Global Presents News Today പ്രധാന വാർത്തകൾ. സൗദി വിസ കാലാവധി നീട്ടിയതിനെ സ്വാഗതം ചെയ്ത് വ്യവസായികൾ. അധിക ഫീസില്ലാതെ തൊഴിൽ വിസ കാലാവധി 1 വർഷത്തിൽ നിന്ന് 2 കൊല്ലമായി ദീർഘിപ്പിക്കുന്ന തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയ പദ്ധതി സ്വകാര്യ മേഖലയ്ക്ക് പ്രചോദനമാകുമെന്ന് വ്യവസായികളും റിക്രൂട്ട്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അഭിപ്രായപ്പെട്ടു. ചില പ്രൊഫഷനുകളിലുള്ള വിസകൾ ലഭിക്കുന്നതിന് പ്രയാസം നേരിടുകയും പുതിയ വിസകൾ ലഭിക്കുന്നതിന് അനുയോജ്യരായ തൊഴിലാളികളെ കണ്ടെത്തുന്നതിനും കാലതാമസം നേരിടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സ്വകാര്യ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങൾ ഇല്ലാതാക്കുന്നതിലും പ്രചോദനം നൽകുന്നതിനും പുതിയ പദ്ധതിക്ക് പങ്കുണ്ടാകും. ഏറെ അധ്വാനവും സമയവും ലാഭിക്കുന്നതിന് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ പുതിയ പദ്ധതി സ്വകാര്യ മേഖലയെ സഹായിക്കുമെന്ന് റിയാദ് ചേംബർ ഓഫ് കൊമേഴ്സിലെ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് മുഹമ്മദ് ആലു താലിബ് പറഞ്ഞു. പലപ്പോഴും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിന് സാധിക്കുന്നതിന് മുമ്പായി വിസ കാലാവധി അവസാനിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വലിയ പ്രയാസങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ പുതിയ വിസകൾക്ക് വീണ്ടും അപേക്ഷകൾ നൽകുന്നതിന് സ്ഥാപന ഉടമകളും വ്യവസായികളും നിർബന്ധിതരാകും. ഇതിന് ഏറെ സമയവും അധ്വാനവും ആവശ്യമായി വരുന്നു. വിദേശങ്ങളിൽ നിന്ന് അനുയോജ്യരായ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനും തങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് റിക്രൂട്ട്മെന്റ് നടപടികൾ പൂർത്തിയാകുന്നതിനും പുതിയ പദ്ധതി സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സമയം നൽകുമെന്ന് മുഹമ്മദ് ആലു താലിബ് പറഞ്ഞു. സ്വകാര്യ മേഖലയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്ന പദ്ധതിയാണ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സിലെ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് യഹിയ മഖ്ബൂൽ പറഞ്ഞു. ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ സ്വകാര്യ മേഖലയുടെ സംഭാവന ഉയർത്തുന്നതിന് പുതിയ പദ്ധതി സഹായകമാകും. പ്രതിബന്ധങ്ങൾ തരണം ചെയ്യുന്നതിനും സ്വകാര്യ മേഖലയുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നതിനും തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിനുള്ള പ്രത്യേക ശ്രദ്ധയും താൽപര്യവുമാണ് പുതിയ പദ്ധതി വ്യക്തമാക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. സൗദി അറേബ്യയിലെ വിദേശ നിക്ഷേപം വർദ്ധിച്ചതായി കേന്ദ്ര ബാങ്കായ സാമ അറിയിച്ചു. 2018 കണക്ക് പ്രകാരം 10.5% വർധനവാണ് രേഖപ്പെടുത്തിയതെന്ന് സാമ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ 3 മാസങ്ങളിലെ കണക്കുകൾ പ്രകാരമാണ് വിദേശ നിക്ഷേപം വർദ്ധിച്ചത്. ഇതിൽ 59% നേരിട്ടുള്ള നിക്ഷേപമാണ്. 141 ദശലക്ഷം റിയാലിന്റെ നിക്ഷേപം 1 വർഷത്തിനിടെ വർദ്ധിച്ചിട്ടുണ്ടെന്നും സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റി വ്യക്തമാക്കി. വിദേശ നിക്ഷേപത്തിലുണ്ടായ വർധനവ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക ഭദ്രതയും സ്ഥിരതയും കൂടുതൽ വിദേശ നിക്ഷേപം ഉണ്ടാകാൻ ഇടയാക്കും. ആഗോള വിപണിയിൽ സാമ്പത്തിക വ്യാപാര മാന്ദ്യം നേരിടുമ്പോൾ സൗദിയിൽ നിക്ഷേപം നടത്താനാണ് ആഗോള കമ്പനികൾ താൽപര്യം കാണിക്കുന്നത്. കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ച വിഷൻ 2030ന്റെ ഭാഗമായി രാജ്യത്ത് നടപ്പാക്കുന്ന പരിഷ്കരണങ്ങളും നവീകരണങ്ങളും പദ്ധതികളും കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. തസ്തികയിൽ നിയമനം ലഭിക്കുന്നതിന് സൗദി അറേബ്യയിലെ സ്വകാര്യ വിമാന കമ്പനിയായ ഫ്ലൈനാസ് അപേക്ഷകൾ ക്ഷണിച്ചു. പരസ്യം പ്രസിദ്ധീകരിച്ച് 24 മണിക്കൂറിനകം 3000-ലധികം അപേക്ഷകളാണ് ലഭിച്ചതെന്ന് ഫ്ലൈനാസ് അറിയിച്ചു. സൗദിയിൽ ആദ്യമായാണ് സ്വദേശി വനിതകളെ എയർ ഹോസ്റ്റസ് തസ്തികയിൽ നിയമിക്കാൻ തീരുമാനിച്ചത്. തിരഞ്ഞെടുക്കുന്നവരെ പരിശീലനത്തിന് ശേഷം ആഭ്യന്തര വിമാന സർവീസുകളിൽ നിയമിക്കുമെന്ന് ഫ്ലൈനാസ് അറിയിച്ചു. എയർ ഹോസ്റ്റസ്മാരായി ജോലി ചെയ്യാൻ താൽപര്യമുള്ള വനിതകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് ഫ്ലൈനാസ് വക്താവ് അഹമ്മദ് അൽ മുസൈനിദ് പറഞ്ഞു. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയാണ് എയർ ഹോസ്റ്റസുമാർക്ക് ജോലി സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ജോലി കഴിഞ്ഞാൽ താമസിക്കുന്ന പ്രവിശ്യയിൽ തന്നെ ഇവർക്ക് മടങ്ങിയെത്താൻ കഴിയുന്ന വിധം ഡ്യൂട്ടി ക്രമീകരിക്കും. 22-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് പരിശീലനം നൽകിയതിനു ശേഷം നിയമനം നൽകാനാണ് ആലോചിക്കുന്നത്. സ്വദേശി വനിതകളെ പൈലറ്റ് എയർ ഹോസ്റ്റസ് തസ്തികയിൽ നിയമിക്കാൻ തീരുമാനിച്ച സൗദിയിലെ ആദ്യ വിമാന കമ്പനിയാണ് ഫ്ലൈനാസ്. സൗദി അറേബ്യയിൽ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി നിരവധി മേഖലകളിൽ വനിതകളെ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് എയർ ഹോസ്റ്റസ് തസ്തികയിൽ സ്വദേശി വനിതകളെ നിയമിക്കുന്നതെന്നും ഫ്ലൈനാസ് അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്.
നാട്ടിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് 50% വരെ ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകി ജെറ്റ് എയർവേസ്. ഗൾഫിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്കിലാണ് വൻ ഇളവുമായി ജെറ്റ് എയർവേസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഗൾഫിൽ നിന്ന് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് 50% വരെ ഇളവാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ജെറ്റ് എയർവേസ് വിമാനങ്ങൾ സർവീസ് നടത്തുന്ന എല്ലാ സെക്ടറുകളിലേക്കും ഇളവ് ലഭിക്കും. ഇന്ത്യക്ക് പുറമെ നേപ്പാൾ, ബംഗ്ലാദേശ്, സിംഗപ്പൂർ, യൂറോപ്പ് തുടങ്ങിയ സെക്ടറുകളിലേക്കുള്ള യാത്രക്കാർക്കും ഈ ഇളവ് പ്രയോജനപ്പെടുത്താം. ഈ മാസം 11 വരെ എടുക്കുന്ന ടിക്കറ്റുകൾക്കാണ് ഇളവെന്ന് ജെറ്റ് എയർവേസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി റിയാദ് ചാപ്റ്ററിന്റെ 4ാം വാർഷികാഘോഷം മഹ്ഫിൽ 2019 ജനുവരി 11 വെള്ളിയാഴ്ച വൈകിട്ട് 3 മണി മുതൽ റിയാദ് എക്സിറ്റ് 6-ൽ ഗ്രീൻ കാസ്റ്റിൽ ഇസ്രായേൽ വെച്ച് ആഘോഷിക്കുന്നു. അതിഥികളായി നാട്ടിൽ നിന്നും സംഘടനാ സ്ഥാപകൻ ഗ്ലോബൽ ചെയർമാൻ ഷിഹാബുദ്ദീൻ SPHഉം പ്രാദേശിക ചാപ്റ്റർ സെക്രട്ടറി റഷീദ് മൂടാടിയും ശബ്ദാനുകരണത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നിസാം കാലിക്കറ്റും സംഘടനാ സഹചാരിയും നാട്ടുകാരനും അറിയപ്പെടുന്ന ഗായകനുമായ ആസിഫ് കാപ്പാടും വീണ്ടും റിയാദിൽ കൊയിലാണ്ടിക്കൂട്ടം റിയാദ് ചാപ്റ്റർ ഒരുക്കുന്ന മഹ്ഫിൽ 2019 എന്ന പരിപാടിയിൽ പാടാനെത്തുന്നു. 3 മണി മുതൽ സ്കൂൾ കുട്ടികളുടെ പെൻസിൽ ഡ്രോയിങ് മത്സരവും തുടർന്ന് റിയാദിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. 7:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ ചെയർമാൻ ഷിഹാബുദ്ദീൻ SPH ഉദ്ഘാടനം നിർവഹിക്കും. നന്മയിലൂടെ സൗഹൃദം, സൗഹൃദത്തിലൂടെ കാരുണ്യം എന്ന ആപ്തവാക്യവുമായി 8ാം വർഷത്തിലേക്ക് കടക്കുന്ന 1,15,000-ൽ പരം മെമ്പർമാരുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി. ന്യൂസ് ടുഡേ, റിയാദ്.